ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം. ശരി, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മളുടെ തണ്ണിമത്തനെ കുറിച്ചാണ്. നമ്മുടെ തണ്ണിമത്തൻ നാട്ടിൽ ബത്തക്ക എന്ന് പറയുന്ന നാട്ടിൽ തണ്ണിമത്തൻ എന്ന് പറയും. നമ്മുടെ അവിടെ പാലക്കാട്ടിൽ തണ്ണിമത്തൻ എന്നാ പറയാറ്. പാലക്കാട് കൊണ്ടാണെങ്കിൽ ബത്തക്ക എന്ന് വെച്ചാൽ എന്താ ബത്തക്കാന്ന് ചോദിക്കുക, അവസ്ഥ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ബത്തക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി അറിയാം. ഞാൻ വേറെ കുറെ വീഡിയോ തണ്ണിമത്തനാണ് മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടെത്താൻ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കുറെ ഈ സംഭവത്തിന് കണ്ടില്ലേ, ഇത് പുതിയ ഹാപ്പി ബീസ് പുതിയ ഇറക്കിയ ഒരു സംഭവമാണ്. ഇത് ബി എന്ന് പറഞ്ഞാൽ ബീറിനെ ഉദ്ദേശിക്കുന്നത് നോൺ ആൽക്കഹോളിക് ബീർ. ബീറിന്റെ ടേസ്റ്റ് ആണ് എന്നൊക്കെയാ പറയുന്നത്. അതൊരു കുടിച്ചു ബീറിന്റെ ടേസ്റ്റ് ആണ് എന്നൊക്കെയാ പറയുന്നത്. അതൊരു കുടിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ബീർ കുടിച്ചപ്പോൾ അതുകൊണ്ട് എനിക്ക് ബീറിന്റെ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്കിത് കുടിച്ചു നോക്കാൻ പറ്റില്ല. അതായത് നമുക്ക് നമ്മുടെ തണ്ണിമത്തനിലേക്ക് ഒഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ചെയ്യാൻ പോണെന്ന് വെച്ചാല് നമ്മള് ഒരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ജ്യൂസുകൾ ഉണ്ടല്ലോ, ഇതാ. അപ്പൊ ഈ ജ്യൂസിൽ ഏതെങ്കിലും എല്ലാത്തിനും കൊണ്ടിട്ട് ഇതാ ഇങ്ങനെ വെക്കും അല്ലേ, മുളമന്നി അങ്ങനെ ഓരോന്നായി വെക്കും. ലാസ്റ്റ് അവസാനം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കും ടേസ്റ്റ് എന്താണുള്ളത്. അത് നമ്മൾ ഒരു ഫണ്ണായിട്ടാണ് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മുമ്പ് തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ബെല്ലൈക്കൺ കംപ്ലീറ്റ് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഇതെടുക്കാം അല്ലേ, എല്ലാം ഓട്ടോ ആക്കിയതിന് ശേഷം ലാസ്റ്റ് എല്ലാം ഒപ്പം ഇതാക്കാം. അപ്പോൾ രസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓട്ടോ ആക്കാൻ നമുക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബീ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എനിക്ക് ബീ ഞാൻ കുടിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ഫ്ലേവർ ഒന്നും മനസ്സിലായിട്ടില്ല. വെട്ടു ഇതിന് മുമ്പ് ഇതിനാണ് പോയിട്ടുണ്ടായിരുന്നു വെച്ചു തണ്ണിമത്തം വിട്ടാല്. കണ്ട ഓട്ട പോലെ തോന്നണില്ലല്ലോ. തണ്ണിമത്തനെ ആരും ഷൂട്ട് ചെയ്തിട്ട് സങ്കടം വരുമ്പോ അതിനെ കാണുമ്പോ ഇങ്ങനെ കാക്കണ. എന്നിട്ട് അത് പൊട്ടിക്കുമ്പോ പുടുകുടുകുടുന്ന് വരും. നമ്മളിങ്ങനെ രണ്ട് ഓട്ടയും കൂടി ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മളിതിൽ മൊത്തം 6 ഓട്ടോ ഇട്ടിട്ടുണ്ട്. നല്ല കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓട്ടോയുള്ള കാരണം ഇട്ടിട്ടുണ്ട്. ഇനി ഈ 6 ഓരോന്നായിട്ട് നമ്മൾ ഇടാം. ഓരോന്നായിട്ടില്ല, നമുക്ക് ഒപ്പം ഇടാം. ഒപ്പം പറഞ്ഞാൽ എനിക്ക് 10 കൈയുണ്ട്. ഞാൻ 2 പിടിക്കാം. ഞാൻ 2 പിടിക്കാൻ പറ്റില്ല, അത് അങ്ങനെ പോകട്ടോ. പിന്നെ എങ്ങനെ അത് ചെറുത് പിടിക്കുക, വലുത് പിടിക്കണ്ട. ഇതിലുണ്ടാ, നീ ഇതിൽ നടുവത്തിലിട്ടണ്ട. വേഗം ഓക്കെ, റെഡി 1 2 3 എന്തൊക്കെ സംഭവിക്കണേ ഞാൻ പറഞ്ഞില്ല. ലീക്കായിട്ടില്ല, അത് ഓട്ടയായിട്ടാണ്. മൂടിയൊക്കെ എടുത്ത് തുറന്നു നോക്ക്. ഇവിടെ തോളുണ്ട്, ആ തോട്ട നല്ല പുറത്തേരാ കാണിച്ചു നമ്മള്. അയ്യോ ജ്യൂസ് കൊഴുകിമണേ. എന്താ ഇപ്പൊ വെള്ളക്കുളമായി. ഇതാണ് ജ്യൂസ് കള. ഗ്യാസായി പോകും. വെച്ചു. അയ്യോ എന്താ അറിയോ പ്രശ്നം? ടോട്ടലി നമ്മൾ വിചാരിച്ച പ്ലാനൊക്കെ ഫ്ലോപ്പ് ആയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഞങ്ങൾ എല്ലാം കൂടി കഴിച്ചപ്പോൾ ഈ ഓട്ടൊക്കെ ഓടിക്കുമ്പോൾ ഈ ഓട്ടൊക്കെ പുറത്തു വന്നു, ഈ ഓട്ടൊക്കെ ഓടിക്കുമ്പോൾ ഈ ഓട്ടൊക്കെ പുറത്തു വന്നു. പിന്നെ ഇതിനുള്ളിൽ സലിലാവുന്നു. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഐഡിയ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ജ്യൂസ് എടുത്ത് തൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുടിച്ച് നോക്കാൻ പോകും അല്ലേ? അതൊക്കെ എന്തായാലും ചിന്തി തരും. അപ്പം നമുക്ക് എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ പുതിയൊരു ചാലഞ്ച് കൊണ്ട് നിൽക്കുന്നത് ഇതിനിടയിൽ കൂടെ നമ്മൾ ഇത് ജ്യൂസ് ആക്കി. ബുദ്ധി കൂടുതലായതുകൊണ്ട് അവനിങ്ങനെ ഐഡിയ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിത് ജ്യൂസ് ആക്കിയിട്ട് ഇത് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ കുടിച്ച ആരാണ് ഫസ്റ്റ് കുടിക്കാൻ നോക്കുക അല്ലേ? അല്ലേ? ഓ മറ്റേ പാലക്കാട് കഴിഞ്ഞ പോലെ കാണിക്കും.
ഇവിടെ അതൊക്കെ കട്ട് ചെയ്തിട്ടാ. ശരി, ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതുകൊണ്ട് ഞാൻ ഇവിടെ പരീക്ഷിക്കാൻ പോകും. ഇവിടെ ആരാ വെക്കാൻ പോകുന്നത്? പ്രശ്നമായി. ശരി, ഇത് വേണ്ട. ഞാൻ എനിക്ക് കുറെ ഐഡിയാസ് സ്റ്റോപ്പ് ചെയ്യുന്ന പ്രശ്നം. ഇനി നമുക്ക് ബി ഒഴിച്ചാൽ നമ്മൾ ബി ഒഴിക്കാൻ പോകും. അപ്പൊ ഞാൻ ബി ഒഴിക്കാൻ പോകും. നമ്മൾ ജ്യൂസ് ആക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും പറയുന്നത് ബീർ പോലെയാണ്, ആൽക്കഹോൾ ബീറാണെന്നൊക്കെ പറയുന്നത്. ഹാപ്പിനെസ് അറിയാൻ സമയത്ത് അവർ ഭയങ്കര സെയിലായിരുന്നു. എല്ലാവരും പറയുന്നത് കുടിച്ചിട്ട് എല്ലാവരും ഡോസായി കറക്കുന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് വീഡിയോ റെഡി. അപ്പൊ ഞാൻ കുറച്ച് ഇതാണ് നമ്മൾ ഈ വർഗത്തെ മൃഗങ്ങൾ നമുക്ക് എവിടെ പെട്ടെന്ന് കാണാൻ കിട്ടൂല. കമ്മി റയറാണ് ഇങ്ങനത്തെ പീസ്. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇച്ചുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. കുറച്ച് അച്ചാറും ടൊമാറ്റോ സോസും എല്ലാം എടുത്ത് മിക്സ് ആക്കിയാൽ കഴിക്കും. വളരെ ഇഷ്ടമുള്ള നീ എന്നെ പുറത്തേക്കാലല്ലേ? അതെ കഴിക്കണവന് ടേസ്റ്റ് നോക്കാം. അതിന് എന്നെ പൊട്ടത്തിയാണ് ഇവർക്ക് കൈ മാറിപ്പോയി പറയണ്ട. എന്റെ വർഗത്തിലൊന്നും ഞാൻ വരില്ല. കഴിക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവസാനം എന്റെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടുപിടിച്ച പുതിയ ജ്യൂസാണ്. കാണാൻ വലിയ സംഭവമില്ലെങ്കിലും കാണാൻ ചന്തോന്നില്ലെങ്കിലും ടേസ്റ്റ് ഒന്നുമില്ല. നമുക്ക് കഴിക്കാൻ പറ്റും, കുടിക്കാനും പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച പുതിയൊരു കണ്ടുപിടുത്ത ജ്യൂസ്. നമ്മളൊരു എക്സ്പെരിമെന്റ് ആയി ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ ഫ്ലോപ്പ് ആയിരുന്നു. ചാലഞ്ചിൽ നിന്ന് നമ്മൾ പുതിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് പോയി. അങ്ങനെ ഈ കണ്ടുപിടിക്കുന്ന പുതിയ ജ്യൂസ് അവസാനം നമ്മൾ കണ്ടുപിടിച്ച ജ്യൂസാണ്. ഇതിന്റെ പേര് പറയാം. തപ്പ് എടുക്കുക. മള്ളാറ്റി ജ്യൂസ് ഫാൻ എടുക്കുക. താഴെടുക്കുക. ബി എടുത്താൽ മതി. അപ്പൊ ബി തണ്ണി ബി മത്തൻ ഫാനപ്പ്. നമ്മുടെ പുതിയ ജ്യൂസിന്റെ പേര് ബി മത്തൻ ഫാനപ്പ് ആണ്. എന്താ പേര്? ഇത് നമ്മുടെ ബി മത്തൻ ഫാനപ്പ്. അടിപൊളി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കാണിച്ചുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികളെ വീട്ടിൽ ട്രൈ ചെയ്ത് സംഭവങ്ങളൊന്നും. അപ്പോൾ എന്തായാലും നമ്മൾ കുടിച്ചു, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. വീഡിയോ മൊത്തം ബ്ലൂ ഫ്രൈ മാറി കഴിഞ്ഞു. എന്തായാലും ഇതൊക്കെ വൃത്തിയാകുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.